സൈനബ് എന്ന കോഴ്സിന്റെ ഒരു പ്രത്യേകത എന്തെല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? സൈനബിന്റെ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്ക് ഒരുപാടുണ്ട്. ഓരോന്നും ഇങ്ങനെ പറയുകയാണെങ്കിൽ പറഞ്ഞാൽ തന്നെ തീരൂല. നമ്മളെ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. നമ്മളെക്കാണ് പ്രശ്നം ഉണ്ടെങ്കിലും മറ്റുള്ളവരെ നമ്മൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറ്റുള്ളവരെ മാറ്റിയിട്ട് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ തരാൻ എന്താ വെച്ചാൽ നമ്മൾ എങ്ങനെ മാറുക. അപ്പോൾ നമുക്ക് മാറാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളായിട്ട് തരും. അപ്പൊ നമ്മൾ അതിൽ നിന്ന് മാറുമ്പോൾ നമ്മളെ ചുറ്റിലുള്ളവർ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. ആ ഒരു സ്നേഹം നമുക്ക് കിട്ടിത്തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ വെറുക്കുന്നവരോട് അല്ലെങ്കിൽ നമുക്ക് ആരോടാണോ ദേഷ്യമുള്ളത് അവരോടൊക്കെ നമ്മൾ പുഞ്ചിരിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ വിചാരിക്കും അവരും മാറി എന്നുള്ളത്. ആ ഓരോ കാര്യങ്ങളാണ് സൈനബിലൂടെ തരുന്നത്. പിന്നെ നമ്മളെ ഫാമിലി ഇഷ്യൂസ് അതുപോലെ ഒരുപാട് പേര് അനുഭവിക്കുന്നതാണ് ഇപ്പോഴത്തെ കാലത്തിലെ ഹസ്ബൻഡ്, വൈഫ്, മക്കള്, അതുപോലെ കുടുംബപരമായിട്ടുള്ളത്. പക്ഷെ ഈ ഒരു സൈനബ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. അതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഓരോ പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യണം, പിന്നെ നമ്മുടെ മൈൻഡിനെ പോസിറ്റീവ് ആക്കും. ഞാൻ സൈനബ് കഴിഞ്ഞൊരു വ്യക്തിയാണ്. നമ്മളൊന്നും വെള്ളാച്ചിട്ടിരിക്കുന്ന ഒരു കാലത്താണല്ലേ ചിലരും അടുക്കളയിൽ ഒതുങ്ങി പോകുന്ന ഒരു ജീവിതമാണ്. പക്ഷെ അവരെ കഴിവുകളെ അവരുടെ ഉള്ളിലേക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ അതിനൊക്കെ പുറത്തെടുത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ പഠിക്കണം, ഉയരണം എന്നുള്ള ഒരു ഇത് വന്നത് സൈനബിൽ വന്നേ പിന്നെയാണ്. ഞാൻ ഡിഗ്രി +2 കഴിഞ്ഞ് ഡിഗ്രി സെക്കൻഡ് ഇയർ ആകുമ്പോൾ ഞാനത് അവസാനിപ്പിച്ചു പോയി. സൈനബ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനിയും പഠിക്കണം, എന്നെ കൊണ്ട് കഴിയും, ഒരു മെന്റർ ആവണം. അങ്ങനെ ഞാൻ സൈനബിൽ മെന്ററായി വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുപരി ഡിഗ്രി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെ പുറത്തെടുത്ത് നമ്മൾക്ക് ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ കോഴ്സിൽ നിന്ന് തരുന്നത്.